ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ ആണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നതിന് എന്താണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സെഷൻ അങ്ങ് പഠിച്ചു തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. എന്താണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നത്? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ ഒബ്ജക്ട്സും അതിൻ്റെ റെസ്റ്റിംഗ് പൊസിഷനിലോ അല്ലെങ്കിൽ എന്തായിരിക്കും അതൊരു യൂണിഫോം മോഷനിലാണത് മൂവ് ചെയ്യുന്നതെങ്കിലോ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യും? അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ നമ്മളൊരു എക്സ്റ്റേണലി ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിലേക്ക് കൊടുക്കുന്നിടം വരെ എന്തായിരിക്കും ആ സ്റ്റേറ്റിൽ തന്നെ എല്ലാ ബോഡീസും തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് ന്യൂട്ടൻ്റെ ആദ്യത്തെ ചലന നിയമത്തിൽ പറയുന്നത്. എക്സാമ്പിൾ ഇതാ, ഒരു ഫുട്ബോൾ നമ്മൾ എന്താണ് അത് ഗ്രൗണ്ടിൽ കിടക്കുകയാണ്, അത് റെസ്റ്റിലിരിക്കുകയല്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താലല്ലേ അത് മൂവ് ചെയ്യത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് നമ്മളൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ? മൂവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു എക്സ്റ്റേണലി അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് എന്ത് നമ്മുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ കാറിൽ മൂവ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്താണ്? മോഷനിലാണ്. പെട്ടെന്ന് കാർ ഒരു ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യും? ഒന്ന് പുഷാകും. അപ്പോൾ നമുക്ക് ഇഞ്ചുറി ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യുന്നത്. നമ്മൾ സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ഫ്രണ്ടിലോട്ടുള്ള ഒരു അപ്വേർഡ് മോഷൻ കാരണം നമുക്കുണ്ടാവുന്ന ആ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ എന്താണ് അവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ ബോഡി ഒരു മോഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് കൊണ്ടുവരുന്നു. അതായത് പെട്ടെന്ന് നമ്മളെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ നമ്മുടെ ബോഡിക്ക് ആ ഒരു മോഷനിൽ നിന്ന് ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഒരു വിമുഖതയല്ലേ ആ കാണിക്കുന്നത്? അതിനെയല്ലേ നമ്മൾ ഇനർഷ്യ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു വിമുഖതയാണ് അല്ലെങ്കിൽ ഒരു മടിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇനർഷ്യ എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ കാറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഏത് ഇനർഷ്യ? ഇനർഷ്യ ഓഫ് മോഷൻ ആണ്. ഇതേപോലെ തന്നെ എന്തുണ്ട്? ഇനർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനർഷ്യ തന്നെ എന്തൊക്കെയുണ്ട്? ഇനർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്, ഇനർഷ്യ ഓഫ് മോഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനർഷ്യ എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്മുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിലും പറയുന്നത്? ഇനർഷ്യ എന്ത് പറയുന്നു അത് തന്നെയല്ലേ ഒരു ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് എന്താണ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു സ്റ്റേറ്റ് ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു ലേസിനെസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇനർഷ്യ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് തന്നെയല്ലേ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നത്? ഒരു സ്റ്റേറ്റ് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണലി ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അല്ലാത്തടത്തോളം അത് ആ സ്റ്റേറ്റിൽ തന്നെ തുടരും. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. എങ്കിൽ നമുക്ക് ന്യൂട്ടൻ്റെ ആദ്യത്തെ ലോയെ നമുക്ക് ലോ ഓഫ് ഇനർഷ്യ എന്ന് വിളിക്കാമല്ലോ. എന്തെന്ന് വിളിക്കാം? ലോ ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അടുത്തതാണ് എന്ത്? നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി unbalanced applied force and take place in the direction of the force. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ നല്ല ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ എന്തായിരിക്കും? പെട്ടെന്ന് മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് എന്തായിരിക്കും? മൊമെൻറ്റത്തിൽ ചേഞ്ച് വരും. ആ ചേഞ്ച് ചെയ്യുന്ന മൊമെൻറ്റം ഏത് ഡയറക്ഷനിലായിരിക്കും? നമ്മുടെ ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും എന്താ? മൊമെൻറ്റത്തിൽ ചേഞ്ചും സംഭവിക്കുന്നത്. അതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ പറയുന്നത്. എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത്
ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും പെട്ടെന്ന് ചേഞ്ച് ഓഫ് മൊമെൻറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടുതലായിരിക്കും. അപ്പം എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. ഇതാണല്ലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമുക്ക് കൊടുക്കുന്ന കോൺസ്റ്റൻറ്റ് 1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? എങ്കിൽ എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി. ഇങ്ങനെ എഴുതാമല്ലോ. നമ്മളിവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എങ്ങനെ വരും? എഫ് ഈസ് ഈക്വൽ ടു മാസ് വെളിയിൽ വരുന്നു ഡി ബൈ ഡി ടി ഓഫ് വി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി എന്താ? ലീനിയർ ആക്സലറേഷൻ. ആക്സലറേഷൻ അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണ്? ആക്സലറേഷൻ ആണ്. അപ്പോൾ അതായത് നമുക്ക് കിട്ടി എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിലാണ് നമുക്ക് ഈ ഫോഴ്സിൻ്റെ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ കിട്ടുന്നത്. എവിടുന്ന? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? The rate of change of momentum is directly proportional to the externally unbalanced force and which take place in the direction of force. അപ്പോൾ അതാണ് എന്ത്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് പറയുന്നത്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡി പി ബൈ ഡി ടി. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ ഒരു എക്സാമ്പിൾ, നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു മാസ് ഇട്ടിട്ട് നമ്മൾ എന്താണ് അത് പുഷ് ചെയ്യണം. അത് പുഷ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് നന്നായിട്ട് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റൻറ്റ് നോക്കിക്കേ. നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? നേരത്തെ കുറച്ച് മാസേ ഉള്ളായിരുന്നു, ഇപ്പം നമ്മൾ മാസ് കൂട്ടിയിട്ടിട്ട് കണ്ടെയ്നർ പുഷ് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് എന്താണ് നമ്മൾ സെയിം, അതായത് മുമ്പേ നമ്മൾ കൊടുത്ത ആ ഫോഴ്സ്, ഇപ്പോൾ ഒരു 30 ന്യൂട്ടൺ സംതിങ് അത്രയും ഫോഴ്സാണ് നമ്മൾ കൊടുത്തതെങ്കിൽ അത് തന്നെയാണ്, അത്രയും ഫോഴ്സ് തന്നെ നമ്മൾ ഈ ഒരു കേസിലും കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആക്സലറേഷൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ ആയിരിക്കും ഇപ്പോൾ ഈ കണ്ടെയ്നർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഫോഴ്സ് രണ്ട് ഇൻസ്റ്റൻറ്റിൽ നമ്മൾ കൊടുക്കുന്നു. ആദ്യത്തതിൽ മാസ് കുറവാണ് എങ്കിൽ നല്ല ആക്സലറേഷൻ ഉണ്ടാവും. ഇവിടെ ആണെങ്കിലോ മാസ് കൂടുതലാണ് പക്ഷേ ഫോഴ്സ് സെയിം ആണ്. അപ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം എന്താ? നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തല്ലോ. എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ മാസാണ്. ഇപ്പോൾ മാസ് കൂടുന്നു, ഫോഴ്സ് സെയിം ആണെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനിയും മാസ് കുറവാണ്, ഫോഴ്സും മറ്റേ സെയിം തന്നെയാണെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തത്, നമ്മളെല്ലാം നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഫീൽഡർ ഇങ്ങനെ കൈ സ്റ്റിഫായിട്ട് വെച്ചിട്ടായിരിക്കുമോ ബോൾ ക്യാച്ച് ചെയ്യുന്നത്, ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്നത്? അല്ല. അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഭയങ്കര വലിയൊരു വെലോസിറ്റിയിലാണ് ഈ ബോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റിഫായിട്ട് വെച്ചിട്ട് അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അത് റെസ്റ്റിലേക്ക് പോകും. അതായത് പെട്ടെന്ന് വെലോസിറ്റി ചേഞ്ച്, അതായത് പെട്ടെന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വളരെ ഫാസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് മൊമെൻറ്റത്തിൽ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെട്ടെന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടുതലാണെങ്കിൽ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അത്ര ഒരു ഫോഴ്സിലായിരിക്കും നമ്മുടെ കയ്യിലേക്ക് വന്ന് ഇതിങ്ങനെ വീഴുന്നത്. അങ്ങനെ വീഴുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇഞ്ചുറിയും പെയിനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയാണോ ഫീൽഡേഴ്സ് ചെയ്യുന്നത്? അല്ല, അവരെന്താ ചെയ്യുന്നത്? ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് കൈ ഇങ്ങനെ പുറകോട്ടൊന്ന് പുള്ള് ചെയ്തിട്ടാണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പം എന്താ അവിടെ ഉണ്ടാവുന്നത്? ആ റേറ്റ് ഓഫ് ആ മൊമെൻറ്റം ചേഞ്ചിൻ്റെ ആ സമയത്തിനെ നമുക്കൊന്ന് കൂട്ടാൻ പറ്റും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു അത്ര പെട്ടെന്ന് മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായിരിക്കും? ഫോഴ്സും എന്തായിരിക്കും? കമ്പയർഡ് ടു ദി ഫസ്റ്റ് കേസിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കയ്യിലുണ്ടാവുന്ന ഇഞ്ചുറീസോ പെയിനോ ഒക്കെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേസിലും എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്? നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്തതാണ് എന്ത്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. എന്താണ്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ലോ ആണല്ലേ? എന്താ? പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആകെ ഒറ്റൊരു സെൻറ്റൻസേ ഉള്ളൂ. എന്താ?
ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്താണ്? എല്ലാ ഫോഴ്സുകളും ഒരു പെയറായിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഏതൊരു ആക്ഷനും അതിനൊരു റിയാക്ഷൻ കാണും. നമ്മൾ നടക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ? കാരണം എന്താ? നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഡൗൺവേർഡ് ഫോഴ്സ് കൊടുക്കുന്നു. അതിന് പകരമായിട്ട് ഈ ഗ്രൗണ്ട് നമ്മളിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് തരുന്നു. അത് കാരണം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നു, അതുപോലെ സ്വിം ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ തേർഡ് ലോ ഓഫ് മോഷനിൽ തന്നെ പറയാൻ പറ്റും. അപ്പോൾ എന്താണ്? എല്ലാ ആക്ഷനും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം. അവിടെ നമുക്ക് എന്തൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്? ആദ്യത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമ്മളൊരു ബുള്ളറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യാണ്. അപ്പോൾ ഫയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ബുള്ളറ്റ് മുമ്പിലേക്കൊരു ഫോർവേഡ് മോഷൻ തെറച്ചു പോകുന്നു. അപ്പോൾ ഫ്രണ്ടിലേക്ക് എന്തുണ്ട്? അപ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഗണ്ണിലേക്ക് എന്ത് ചെയ്യും? ഒരു ഫോഴ്സിനെ കൊടുക്കും. അത് കാരണം ഈ ഗണ്ണ് എന്ത് ചെയ്യും? പുറകോട്ട് നീങ്ങും. അപ്പോൾ അവിടെ എന്തുണ്ടായി? ആ ബുള്ളറ്റ് പോയതാണ് ഏത്? ആക്ഷൻ. ഗണ്ണ് പുറകിലേക്ക് വന്നതാണ് എന്ത്? റിയാക്ഷൻ. അപ്പോൾ എന്തുണ്ടായി? ആക്ഷനും റിയാക്ഷനും. അപ്പോൾ ആക്ഷനും റിയാക്ഷനും ഒരേ ബോഡിയിലാണോ ഉണ്ടാവുന്നത്? അല്ല, ആക്ഷനും റിയാക്ഷനും രണ്ട് ബോഡീസിലായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തത് എന്താ? മറ്റൊരു എക്സാമ്പിളാണ് എന്ത്? നമ്മളൊരു ബലൂൺ വീർപ്പിച്ചിട്ട് ഇങ്ങനെ വെറുതെ പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബലൂൺ ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് മേളിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടല്ലോ. നമ്മളിതിങ്ങനെ വിടുന്ന സമയത്ത് എന്ത് ചെയ്യും? എയർ താഴേക്ക് ഇങ്ങനെ റഷ് ചെയ്തൊരു അപ്വേർഡ് ഫോഴ്സ്, ഒരു ഡൗൺവേർഡിലേക്കൊരു ആക്ഷൻ ഫോഴ്സ് കൊടുക്കും. അതിന് പകരമായിട്ട് ഈ എയർ ഈ ബലൂണിൽ എന്താ? ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കും. അത് കാരണമാണ് ബലൂൺ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതെന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ അല്ലേ? ബലൂണിൽ നിന്ന് എയർ റഷ് ചെയ്ത് ഡൗൺവേർഡേക്ക് പോകുന്നത് ആക്ഷനും ബലൂൺ മുകളിലേക്ക് പോകുന്നത് റിയാക്ഷനും. അപ്പോൾ ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ ആണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. 3 ലോസ് ഓഫ് മോഷൻ ആയിരുന്നു ഉള്ളത്. ആദ്യത്തെ എന്തായിരുന്നു? നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. നമ്മൾ നിത്യേനയുള്ള ജീവിതത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ അതിൻ്റെ കാണുന്നുണ്ടല്ലേ. പിന്നെയാണ് എന്ത്? നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അവിടെ നിന്നാണ് നമ്മൾ F=ma എന്ന റിലേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. അവിടുത്തെയും എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പിന്നീടാണ് എന്ത്? നമ്മുടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ. എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത നല്ലൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.